നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ തൗഹീദിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി, നേരത്തെ പറഞ്ഞ പോലെ ലിബറലിസവുമായി ബന്ധപ്പെട്ട് അതിനെതിരെയുള്ള പ്രോഗ്രാമുകൾ നടത്തി. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു. ആരെയും നമ്മൾ അങ്ങനെ ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അതിന് സമയമല്ല, നമുക്ക് ചുരുങ്ങിയ ആയുസ്സേ ഉള്ളൂ. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, ഇവിടെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാണ്, നമ്മളിങ്ങനെ ഇരുട്ടുകൊണ്ട് ഓട്ടടച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ മാറി നിന്ന് പ്രവർത്തിക്കുന്ന മർക്കസ് ദാവ കേന്ദ്രീകരിച്ചും CD ടവർ കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവർ രാവും പകലും എന്നില്ലാതെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്താ പറയുന്നത്? ഇവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. അതിങ്ങനെ തലങ്ങും വിലങ്ങും പറഞ്ഞുകൊണ്ടിരിക്കണം. ഏതുവരെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഗൗരവം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, നമ്മളെ വളരെ അടുത്ത് അറിയുന്ന ആളുകൾ പോലും അവനൊക്കെ നല്ലൊരാളായിരുന്നു, പക്ഷെ ഇപ്പോൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ആളായി, എന്താ ചെയ്യുക, സങ്കടം എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു തീഷ്ണത മനസ്സിലാക്കിയത്, ഞങ്ങൾ കോഴിക്കോട്ടേക്ക് യോഗത്തിന് പോകുന്ന സമയത്ത്, ഞാൻ പള്ളിയുടെ പേര് ഇപ്പോൾ പറയണില്ല, ഒരു പള്ളിയിൽ, അവിടെ കുറച്ച് വിശാലമായ പാർക്കിങ്ങൊക്കെ ഉള്ള പള്ളിയാണ്, നമ്മൾ മുജാഹിദ് പള്ളിയാണ്. അപ്പോൾ ആ പള്ളിയിൽ വണ്ടി അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, അവിടുന്ന് ബസ് കയറി പോകും. കാരണം ആ റോട്ടിൽ കൂടി വണ്ടി ഓടിച്ച് പോകലും വലിയ പ്രശ്നമാണ്. അപ്പോൾ അവിടെ ഉള്ള ഒരു കാരണവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ വരുന്നത് എന്ത് ചോദിച്ചു? വണ്ടി അവിടെ ഇടാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്തേ? അല്ല, ഇവിടെ ഇടാൻ പറ്റില്ല. അല്ല, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലേ, നമ്മളെ പള്ളിയിൽ. ഞങ്ങൾ കോഴിക്കോട് പോയിട്ട് ഇപ്പോൾ വരും, രാത്രി വരും. ഇനിയിപ്പോൾ ഇവിടെ ആരും ജമാഅത്തിനൊന്നും വരാനില്ല, ആൾ വരാനൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ മുജാഹിദീങ്ങൾ തന്നെയാണ്, ഇതൊക്കെ നമ്മളൊക്കെ പള്ളി തന്നെയല്ലേ, നമ്മളൊക്കെ ഇതിൻ്റെ ആൾക്കാരല്ലേ. അപ്പോൾ ഇയാൾ പറയാണ്, നിങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിക്കോളൂ, നിങ്ങളെ പേര് അഷ്റഫല്ലേ, നിങ്ങളൊക്കെ മനസ്സിലായിക്കോളൂ. അത് നിങ്ങളാ വണ്ടി ഇട്ടിൻ്റെ തൊട്ടിപ്പുറത്തിട്ടുള്ള വണ്ടി നിങ്ങൾ ആരിസ് ബിൻ സലീം ഇട്ട വണ്ടിയാണ്. അയാൾ ഇപ്പോൾ ഇട്ടാണ് പോയിട്ടുള്ളൂ, അതിൻ്റെ പുറകെ ഇപ്പോൾ നിങ്ങളിട്ട് പോകണത്. നിങ്ങളൊക്കെ ഇപ്പോൾ ജിന്നിനോട് പ്രാർത്ഥിക്കണമല്ലാണ്, നിങ്ങളൊന്നും മുജാഹിദീങ്ങളല്ല, അതുകൊണ്ട് ഇവിടെ പാടില്ല. ആ ഒരു സാധു മനുഷ്യനാണ്. അയാളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്രമേൽ വിഷമാണ്, എത്ര ഗാലൻ കണക്കിന് വിഷമാണ് ഈ സാധാരണ പച്ച മനുഷ്യന്മാരെ തലയിലേക്ക് അടിച്ച് കയറ്റിയിട്ടുള്ളത് നോക്കി നിങ്ങൾ. അപ്പം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വസ്തുത ഇതിങ്ങനെ എത്രമേൽ വല്ലാതെ ചൊറിയുമ്പോൾ, ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ എടത്തനാട്ടുകര പോയി കഴിഞ്ഞ ദിവസം ഈ അങ്ങാടിയിൽ വന്നിട്ട് ഇത് തന്നെയാണല്ലോ പറഞ്ഞത്, ഇത് തന്നെയാണ് സ്ഥാപിക്കാൻ നോക്കിയത്. അപ്പോൾ ഞങ്ങൾ ഇതിനോടൊന്നും പ്രതികരിക്കാതെ പോകുമ്പോൾ ചില നിഷ്കളങ്കരായ ആളുകൾ എന്ത് വിചാരിക്കും, ഇവരെന്തോ പറയണതിൽ കുറച്ച് കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവരിതിന് മറുപടി പറയണ്ടേ എന്ന് വിചാരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ സംഗതി പറയാനുള്ളൊരു കാരണം. അതാണ് എനിക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത്. അതിവിടെ മാത്രമല്ല, അത് എല്ലാ ജില്ലകൾ തോറും ഇവർ പറയാൻ ശ്രമിച്ചു. അത് ശ്രമിച്ചപ്പോൾ പരപ്പനങ്ങാടിയിലും ഈ പ്രോഗ്രാം ഉണ്ടായി. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്തു, അതിനൊരു മറുവിശദീകരണം, നിങ്ങൾ പറയുന്നതിൻ്റെ വസ്തുത ഇതല്ല എന്ന് വളരെ ഗുണകാംക്ഷയോടുകൂടി അവിടെ ഒരു പ്രോഗ്രാം വെച്ചു പരപ്പനങ്ങാടിയിൽ. ആ പ്രോഗ്രാം വെച്ച് 3 പ്രാവശ്യം ഇപ്പോൾ നടന്നു. 3ാമത്തെ ഗണന കഴിഞ്ഞ ദിവസം നടന്നു, അത് തുടർന്ന് പോകുന്നുണ്ട്. അതൊരു ഭാഗത്ത് അത് മർക്കസ് ദാവ വിഭാഗം ഉയർത്തിയ ആക്ഷേപങ്ങൾക്കുള്ള പ്രതികരണമായിരുന്നു. അതോടൊപ്പം തന്നെ ജൂബിലി ഹാൾ, കോഴിക്കോട് ജൂബിലി ഹാളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ലൈവിൽ കൊടുത്തുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മുടെ നിലപാടുകൾ എന്താണ് എന്ന് എല്ലാവർക്കും കേൾക്കാവുന്ന വിധം CD ടവറുകാരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അവിടെയും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഈ കാര്യം നമ്മൾ വിശദീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത്രമേൽ ആക്ഷേപങ്ങൾ, അതും ഈ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പോൾ ഇത് ആ ആക്ഷേപങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ നമുക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല എന്നതാണ്. അപ്പോൾ ഈ വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു പൊതുയോഗങ്ങളിൽ നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെ ഞങ്ങൾ കാണാതെ പോകുന്നില്ല. അതിലൊന്നാമത്തെ ചോദ്യം, മുജാഹിദുകൾ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യമുണ്ടോ എന്നാണ്. അതിനോട് നമുക്ക് പ്രതികരിക്കാനുള്ളത്, ആശയക്കുഴപ്പങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അതിൽ വ്യക്തത വരുത്താതെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ മുജാഹിദുകളായി നമുക്ക് ഒന്നിച്ചു പോകാൻ കഴിയില്ല.
നമുക്ക് ഒന്നിച്ചു പോകണം എന്നാണല്ലോ പറയുന്നത്. ഒന്നിച്ചു പോകണമെങ്കിൽ പരസ്പരമുള്ള പ്രശ്നങ്ങൾ, തർക്കങ്ങൾ അത് വ്യക്തത വരുത്തി പോകണം. അത് വ്യക്തത വരുത്തിയിട്ടില്ലെങ്കിൽ ഒന്നിച്ചു പോകാൻ കഴിയില്ല. ആർക്കെങ്കിലും സംശയമുണ്ടോ? അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ പറഞ്ഞുതരാം. മുജാഹിദുകൾ തമ്മിൽ 2002 ഭിന്നിച്ചു പോയ മർക്കൂസ് ദേവയും KNM തമ്മിൽ ഒന്ന് ഐക്യപ്പെട്ടല്ലോ. ആ ഐക്യപ്പെട്ട സമയത്ത് അന്ന് അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന വിഷയം. അന്ന് നമ്മൾ പറഞ്ഞു എന്ത്, ഈ ആദർശപരമായ വീക്ഷണങ്ങൾ, അഭിപ്രായങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞ് പരിഹരിക്കാതെ ഇത് ഐക്യപ്പെട്ടാൽ ശരിയാവില്ല. ഇത് രാഷ്ട്രീയ പാർട്ടിയല്ല. രാഷ്ട്രീയ പാർട്ടിയിൽ ഇന്ന് രാവിലെയുള്ള ഒരു നേതാവ് വൈകുന്നേരം ഇങ്ങോട്ട് മാറും, അയാൾ അങ്ങോട്ട് തന്നെ മാറും, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കളിക്കും, പെട്ടെന്ന് ലയിക്കും, ഒന്നിച്ചത് ഭിന്നിക്കും, പലതും നടക്കും അവിടെ. അങ്ങനെയുള്ള ഒരു സംഗതി അല്ലല്ലോ ഈ നമ്മളെ മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ നമ്മളെ ആശയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആദർശപരമായ കാര്യം ശരിക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാതെ പോയാൽ അത് ബുദ്ധിമുട്ടാവും എന്ന് നമ്മളൊന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്ത്, അത് നിങ്ങൾക്ക് അസൂയ കൊണ്ട് പറയാണ്. പക്ഷേ എന്ത് സംഭവിച്ചു?